നമസ്കാരത്തില്ല. നവമസ്കന്ധം 19 അധ്യായം പറഞ്ഞുണ്ട്. അതെ സാർ. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 19. ശ്രീ ശുകൗവാച ഫൈത്തമാചരൻ കാമാൻ പ്രൈണോപന്നമമർദ്ദനാം സ്വാപ്യായേ നിർവിണ്ണോ ഗാഥാമേതാമഗായത. യയാതിയുടെ കഥയാണ് പറഞ്ഞു തന്നെ. 1000 വർഷത്തോളം മനസുഖത്തെ സമ്പാദിക്കുന്നതിനായിരുന്നിട്ടും അദ്ദേഹത്തിന് തൃപ്തിയുണ്ടായില്ല. ഭൗതികമായ ഏത് കാമനകളും അനുഭവിച്ചാൽ അങ്ങനെയാണ്, അതൃപ്തിയാവില്ല. ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം. കാമ, രാഗം, ദ്വേഷം ഇങ്ങനെ പറയുന്ന ഒത്തിരി ഭാവങ്ങളുണ്ട്. ഏത് സുഖമാണെങ്കിലും, ഭക്ഷണമാണെങ്കിലും, ഉറക്കമാണെങ്കിലും, ലൗകികമായ എന്ത് സുഖമാണെങ്കിലും അനുഭവിക്കുന്നതോട് വീണ്ടും വീണ്ടും വേണം, മതി എന്നൊരു തോന്നൽ ഉണ്ടാവില്ല. ഒന്ന് നാതൃപ്യത സാർവഭൗമ കതിന്ദ്രിയെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാകും. അടുത്ത അധ്യായത്തിൽ അവൻ യുദ്ധമാചരൻ ഇങ്ങനെ ആചരിച്ചുകൊണ്ട് കാമങ്ങളെ സ്ത്രൈണ സ്ത്രീവശനായി തീർന്ന അവൻ ധാരാളം കാമനകളെ അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് സാധിച്ചുകൊണ്ട് അപന്നവം ആത്മനഃ തന്നെ തന്നെ ഒളിച്ചു വെച്ചു. അപന്നവം ചെയ്യുക, ഒളിച്ചു വയ്ക്കുക. ആത്മനഃ തന്നെ തന്നെ. തന്റെ സ്വത്വമെന്ന ആത്മശക്തിയെ ഒളിപ്പിച്ചു വെച്ചിട്ടാണല്ലോ താൻ ഈ ഗോഷ്ഠികളായ കളികൾ മുഴുവൻ കളിക്കുന്നത് എന്ന് അദ്ദേഹത്തിനെ ബുദ്ധ അറിഞ്ഞിട്ട് കുറച്ചു നാള് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ വിവേകം ഉണ്ടായി. ഇതൊന്നും വേണ്ടിയിരുന്നില്ല. എത്ര കാലമായി ഈ കാമനകളുടെ പുറകെ നടക്കുന്നു, എത്ര സ്ത്രീകളെ കിട്ടിയിട്ട് മതിയാകുന്നില്ല, ഇതെന്ന് തീരും എന്ന് ഒരു ചെറിയ അവബോധത്തിന് കണിക ഉള്ളിൽ ഉണ്ടായി. അപ്പോഴാണ് താൻ ആലോചിച്ച്, എന്റെ സ്വത്തും ഇതല്ലല്ലോ, കുറച്ചു നാളത് കാമനെ അനുഭവിക്കാം എന്നുള്ളതല്ലാതെ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചുള്ളതല്ല. തന്റെ ലക്ഷ്യം ആത്മബോധം നേടി ലക്ഷ്യത്തിലെത്താനുള്ളതാണ് എന്ന് ഉള്ള തന്റെ ആത്മതത്വത്തെ മറച്ചു പിടിച്ചുകൊണ്ട് ആണ് താൻ ഇത്രയും ചെയ്തതെന്ന് അറിഞ്ഞിട്ട് ഇത് പ്രിയായേ തന്റെ പ്രിയോട് നിർവിണ്ണ വിരക്തി ഉണ്ടായവനായിട്ട് ഗാഥാം ഏതാം ഉഗായത. ഏതാം ഗാഥാം, ഈ ഗാഥയെ, ഈ പാട്ടിനെ അഗായത പാടി. ഒരു കഥ, ഗാനമായി ഒരു കഥ തന്റെ പ്രിയപ്പെട്ട പത്നിയെ പറഞ്ഞു കേൾപ്പിച്ചു. ഭാര്യാഭർത്താക്കന്മാരായ അത്രകാലം ജീവിച്ചിട്ടും ഇണചേർന്ന് സഞ്ചരിച്ച ആടുകളോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ മെനഞ്ഞുണ്ടാക്കി പറയുകയാണ്. താനും പത്നിയും ഒരാടാണ്, ആടും ഒരു പെണ്ണാടുമാണ് എന്ന് വിചാരിക്കുക. ഇത് അകത്ത് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഒരു രണ്ട് ആടുകളുടെ കഥ ഇവിടെ ഒന്ന് പറഞ്ഞു കേൾപ്പിക്കാം. വാസ്തവത്തിൽ ഇത് ആടിന്റെ കഥയല്ല, ഇവരുടെ കഥയാണെന്ന് പതുക്കെ മനസ്സിലാവുള്ളൂ. ആ മറ്റതാണ് കഥ അവതരിപ്പിക്കുന്നത്. ഗാഥാം ഏതാം അഗായത, ഈ ഗാഥയെ അഗായത പാടി. ഫൈദ്ധമാചരൻ കാമാൻ സ്ത്രൈണോപന്നവമത്മനാം ബുദ്ധ്വാ പ്രിയായേ നിർവിണ്ണോ ഗാഥാമേതാമഗായതാം. ഫൈദ്ധമാചരൻ കാമാൻ സ്ത്രൈണോപന്നവമത്മനാം ബുദ്ധ്വാ പ്രിയായേ നിർവിണ്ണോ ഗാഥാമേതാമഗായതാം. ശൃണു ഭാർഗവ്യമൂം ഗാഥാം മദ്വിധാചരിതാം ഭുവി
ധീരായ ഫ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിനാം. ശൃണു, കേട്ടാൽ. ഭാർഗവി എന്ന സംബോധന ഇതാണ്. ഭൃഗു മഹർഷിയുടെ പുത്രിയായിരിക്കുന്നവളെ, ഹേ ഭാർഗവി, ഹേ ഭൃഗുപുത്രി ആയിരിക്കുന്നവളെ, ഭൃഗുകുലത്തിൽ ജനിച്ചിരിക്കുന്നവളെ, ഭൂമിയിൽ അമും ഗാഥാം, ഈ കഥയെ, മദ്വിധ ആചരിതം ഭുവി, മദ്വിധ ആചരിതം, എന്നെ പോലെ ഉള്ളവരുടെ ആചാരം അടങ്ങിയിരിക്കുന്നതാണ് ഈ കഥ. ഹേ ഭാർഗവി, അമും ഗാഥാം ശൃണു, ഈ ഗാഥ കേൾക്കൂ. മദ്വിധ ആചരിതം ഭുവി, ലോകത്തിൽ എന്നെ പോലെയുള്ള ഒരാൾ ആചരിക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ധീരാഹ യസ്യ അനുശോചന്തി, ധീരന്മാർ യസ്യ, യാതൊന്നിലാണോ, അനുശോചന്തി, അനുശോചിക്കുന്നത്, വനേ ഗ്രാമനിവാസിന, വനത്തിലുള്ള ആൾക്കാരും ഗ്രാമനിവാസികളും. ഗ്രാമനിവാസിനഃ യസ്യ ചരിതം വനേ ധീരാഹ അനുശോചന്തി, ഗ്രാമത്തിൽ വസിക്കുന്ന ഭൗതിക ലോക ജീവിതം നയിക്കുന്ന ജനങ്ങളെക്കുറിച്ച് വനത്തിൽ വസിക്കുന്ന ഋഷീശ്വരന്മാർ അനുശോചിക്കുക തന്നെ ചെയ്യുന്നു. കുറച്ചു കാലം കൊണ്ട് വിവേകം വന്നപ്പോൾ ആണ് പുറകോട്ട് തിരിഞ്ഞു നോക്കിയത്. അപ്പൊ ഇവരോട് പറയാൻ പറ്റില്ലാത്തതിന് പകരം ഒരു കഥയാക്കി പറയുകയാണ്. ഗ്രാമത്തിൽ നാട്ടു ജീവിതത്തിൽ കുടുംബജീവിതം നയിക്കുന്ന എന്നെ പോലെയുള്ള ഒരാളുടെ ചരിതം വനത്തിൽ വസിക്കുന്ന ഇന്ദ്രിയ നിഗ്രഹണം സാധിച്ച ധീരന്മാരായ മഹർഷിമാർ കഷ്ടം എന്നോർത്ത് ഖേദിക്കുന്നുവോ, ആ വിധത്തിലുള്ള ചരിതമടങ്ങിയതാണ് ഈ കഥ. വനനിവാസികളായ താപസന്മാർ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ച് മതിയാകാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കാണുമ്പോൾ ദുഃഖിക്കാറുണ്ട്. കഷ്ടം, ഇത്ര കാലമായി ഈ ഗൃഹസ്ഥാശ്രമം കൊണ്ട് നടക്കുന്നു, ഇത് മതിയാക്കി പിന്തിരിഞ്ഞു പോരൂ എന്നിങ്ങനെ അവര് ഉള്ളിൽ ഗാർഹസ്ഥ്യ ജീവിതത്തിന്റെ വിഷമാവസ്ഥകളെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നുണ്ടാവും. ശൃണുഭാർഗവ്യമൂം ഗാഥാം മദ്വിധ ആചരിതാം ഭുവി, ധീരായ ഫ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിനാം. ശൃണുഭാർഗവ്യമൂം ഗാഥാം മദ്വിധ ആചരിതാം ഭുവി, ധീരായ ഫ്യാനുശോചന്തി വനേ ഗ്രാമനിവാസിനാം. ഭക്തയേകോ വനേ കശ്ചിൻ വിതന്വൻ പ്രിയമാത്മനഃ, ദദർശകൂപേ പതിതം സ്വകർമ്മവശകാമജം. ബസ്തഹ എന്ന് വെച്ചാൽ ആട് എന്നർത്ഥം. ആടിന്റെ മറ്റൊരു സംസ്കൃതവാക്കാണ് ബസ്തഹ എന്നുള്ളത്. ഏകോ ബസ്തഹ, ഒരാള്, വനേ, വനത്തിൽ, കശ്ചിത് വിജന്വൻ, ഒരു സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചു നടക്കുന്നവനായിട്ട് വെറുതെ സഞ്ചരിച്ചു പോകുമ്പോൾ, പ്രിയം ആത്മനഃ, ആത്മനഃ പ്രിയൻ, തനിക്ക് പ്രിയപ്പെട്ടത് എന്താണ് എന്ന് അന്വേഷിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കവേ, ദദർശ, കണ്ടു, കൂപേ, കിണറ്റിൽ, പതിതാം, വീണ് കിടക്കുന്ന, സ്വകർമ്മവശകാം അജാം, സ്വന്തം കർമ്മത്തിന് അധീനയായ ഒരു പെണ്ണാടിനെ കണ്ടു. വിടിയതാണെന്ന കഥ. യയാതി പൊട്ടക്കണ്ടിൽ വീണ് കിടക്കുന്ന ഈ ദേവയാനെ കണ്ട കഥയാണല്ലോ ഇവിടെയും പറയുന്നത്. അതാണ് ഏകോ ബസ്തഹാം വനേ കശ്ചിത് ആത്മന പ്രിയം വിജന്വൻ, ഒരാട് കാട്ടിൽ തനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താണ് എന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ
സ്വന്തം കർമ്മഗതി കൊണ്ട് തന്നെ കാലുവഴുതി വീണ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണാടിനെ കാണാനിടയായി. ദദർശ, കണ്ടു. ആരും തള്ളിയിട്ടൊന്നുമല്ല, സ്വന്തം കർമ്മവശം കൊണ്ട് അതിലേക്ക് വീണു പോയതാണ്. ഭസ്തയേകോ അനേകശ്ചിദ്വിജന്മൻ പ്രിയമാത്മനാം ദദർശ കൂപേ പതിതം സ്വകർമ്മവശഗാമജാം. ഭസ്തയേകോ അനേകശ്ചിദ്വിജന്മൻ പ്രിയമാത്മനാം ദദർശ കൂപേ പതിതം സ്വകർമ്മവശഗാമജാം. തസ്യാ ഉദ്ധരണോപായം ഭസ്തകാമീ വിചിന്തയൻ വ്യഥത്ത തീർത്ഥമുദ്ധൃത്യ വിഷാണഗ്രേണ രോധഫീം. തസ്യാഹ, അവളുടെ, ആ പെണ്ണാടിന്റെ ഉദ്ധരണ ഉപായം, ആ പെണ്ണാടിനെ എങ്ങനെയെങ്കിലും ഉയർത്തി മുകളിൽ കൊണ്ടുവരണം എന്നുള്ള ഉപായത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ബസ്തഹ, ആ ആണാട്, കാമീ, പെണ്ണാടിനെ കണ്ടപ്പോൾ കാമമുണ്ടായിട്ട് വിചിന്തയൻ, ചിന്തിച്ചുകൊണ്ട്, ഉദ്ധരണോപായം വിചിന്തയൻ, ഉദ്ധരിക്കാനുള്ള ഉപായം എന്താണെന്ന് ചിന്തിച്ചിട്ട് വ്യഥത്ത, ചെയ്തു, തീർത്ഥം ഉദ്ധൃത്യ, തീർത്ഥം, ആ പ്രവേശന മാർഗത്തെ ചെയ്തു, വിഷാണാഗ്രേണ രോധഫി ഉദ്ധൃത്യ, കൊമ്പിന്റെ അഗ്രം കൊണ്ട് തീരപ്രദേശങ്ങളെ കുത്തിയിടിച്ച് താഴേക്ക് ഇട്ടു. കൊമ്പിന്റെ അഗ്രഭാഗം കൊണ്ട് കിണറ്റിൻകരയിലുള്ള മണ്ണിടിച്ച് താഴേക്ക് തള്ളിയിട്ട് കയറാനൊരു മാർഗം ഉണ്ടാക്കി കൊടുത്തു. പണ്ട് രാജാവ് ദേവയാനിയെ കിണറ്റിൽ നിന്നും കയറ്റിയ കഥ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ കൊമ്പ് കൊണ്ട് മണ്ണിടിച്ച് തള്ളിയിട്ട് മൃഗസ്വഭാവം കൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ തൻ്റെ തന്നെ കഥയാണ്, പക്ഷെ നേരിട്ടിത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലർക്കും അങ്ങനെയാണ്, മറ്റൊന്നിനെ നിമിത്തമാക്കിക്കൊണ്ട് പറയുക, കുറച്ചു കഴിയുമ്പോൾ തൻ്റെ കഥയാണ് മനസ്സിലാക്കുക. അന്യാപദേശ എന്നിന് പറയും, മറ്റൊന്നിനെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. തസ്യാ ഉദ്ധരണോപായം ബസ്തകാമീ വിചിന്തയൻ വ്യഥത്ത തീർത്ഥമുത്സൃജ്യ വിഷാണഗ്രേണ രോധഫി. രോധഫി എന്ന് വെച്ചാൽ തീരം, ഇവിടെ തീർത്ഥത്തിന് മാർഗം, വഴിയെന്നാണ്. തീർത്ഥം അങ്ങനെയാണ്, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമാണ്, വഴിയാണ്. തസ്യാഹ ഉദ്ധരണോപായം ബസ്തകാമീ വിചിന്തയൻ വ്യഥത്ത തീർത്ഥമുത്സൃജ്യ വിഷാണഗ്രേണ രോധഫി. തസ്യാ ഉദ്ധരണോപായം ബസ്തകാമീ വിചിന്തയൻ വ്യഥത്ത തീർത്ഥമുത്സൃജ്യ വിഷാണഗ്രേണ രോധഫി. ഹോത്തീയകൂപാത് ഫുശ്രോണീം തമേവ ചകമേ കിലാം ദയാവൃതം സമുദ്വീക്ഷ്യ ബഹ്വോജാ കാന്തകാമിനീഃ. പീവാനം ശ്മശ്രുളം പ്രേഷ്ഠം മീഡ്വാംസം യാ അഭഗോവിദം. ഉത്തീര്യ, അവൻ പൂപാത ഉത്തീര്യ, കിണറ്റിൽ നിന്നും കരക്ക് കയറ്റിയിട്ട്, ഉത്തീര്യ കരക്ക് കയറ്റിയിട്ട് പൂപാത കിണറ്റിൽ നിന്നും. ഫുശ്രോണി, സുന്ദരിയായ അവൾ, തം ഏവ ചകമേക്കില, അവനെ തന്നെ കാമിച്ചുവല്ലോ. തമേവ, അവനെ തന്നെ, ചകമേ, കാമിച്ചു, കില, കിണറ്റിൽ നിന്ന് മുകളിൽ കയറിയ ആ പെണ്ണാട് തന്നെ കയറ്റിവിട്ട ആ ആടിനെ കാമിച്ച് ഭർത്താവായിട്ട് സ്വീകരിക്കാൻ തയ്യാറായി. അവിടെയും ഈ പെണ്ണാടാണ് ഇങ്ങോട്ട് കാമം കാണിച്ച് സ്വീകരിക്കാൻ വന്നത്. ദേവയാനിയാണ് ഇവിടെ രാജാവിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വന്നത്. തമേവ ചകമേക്കില ദയാവൃതം സമുദ്വീക്ഷ്യ, അവളെ വരിച്ചവനായ അവനെ കണ്ടിട്ട്, ബഹു അജാഹ, മറ്റ് ധാരാളം ആടുകൾ, ബഹ്യഹ അജാഹ, അനേകം പെണ്ണാടുകൾ, ബഹ്യജാഹ, ബഹ്യോ അജാഹ, ബഹ്യോ അനേകം, അജാഹ പെണ്ണാടുകൾ, കാന്തകാമിനീഹി,
കാന്തകാമിനികളായ അനേകം പെണ്ണാടുകൾ, കാന്തനായിട്ട് കാമിച്ചവരായി ഭവിച്ച കാന്തകാമിനി, കാന്തനാകാൻ വേണ്ടി കാമിച്ചവരായ മറ്റനേകം പെണ്ണാടുകൾ, പീവാനം തടിച്ചു കൊടുത്തിരിക്കുന്നവനും, ശ്മശ്രുളം ധാരാളം രോമങ്ങളുള്ളവനും, പ്രേഷ്ഠം ഏറ്റവും ഉത്കൃഷ്ടനായവനും, മേധ്വാംസം രേതസിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നവനും, യാഭകോവിദം മൈഥുനത്തിൽ സമർത്ഥനാം. യാഭം മൈഥുനം. യാഭകോവിദം മൈഥുനത്തിൽ സമർത്ഥനായ, അറിയാതെ രേതസ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ പരമപ്രേമത്തിന് ആസ്പദമായ അവനെ കണ്ടിട്ട് ബഹുഹ അജാഹ അനേകം പെണ്ണാടുകൾ കാന്തനായി കാമിച്ചവരായി ഭവിച്ചു. അവളോട് ചേർന്ന ആ ആണാട്ടിനെ കണ്ടപ്പോൾ ഒത്തിരി പെണ്ണാടുകൾ ഇവനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. കാരണം ഇവൻ തടിച്ചു കൊടുത്തവനാണ്, രോമക്കെട്ടുള്ളവനാണ്, രതിസമർത്ഥനാണ്, രേതസ് എടുക്കുന്നവനാണ്, മൈഥുനത്തിൽ ക്ഷീണിക്കാത്തവനാണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ശർമ്മിഷ്ഠയും അവരുടെ ദാസിമാരെയുമാണ് സൂചിപ്പിച്ചത്. അനേകം പെണ്ണാടുകൾ ഇവനെ കാമിച്ചു, ശർമ്മിഷ്ഠയും ദാസിമാരും. ഫോത്തീരകൂപാത് ശുശ്രോണീതമേവ ചകമേഖിലാം തയാവൃതം സമുദ്വീക്ഷ്യ ബഹുവ അജാ കാന്തകാമിനി പീവാനം ശ്മശ്രുളം പ്രേഷ്ഠം വിധ്വാംസം യാഭഗോവിദം. ഫോത്തീരകൂപാത് ശുശ്രോണീതമേവ ചകമേഖിലാം തയാവൃതം സമുദ്വീക്ഷ്യ ബഹുവ അജാ കാന്തകാമിനി പീവാനം ശ്മശ്രുളം പ്രേഷ്ഠം വിധ്വാംസം യാഭഗോവിദം. ഫോത്തീരകൂപാത് ശുശ്രോണി തമേവ ചകമേഖിലാം തയാവൃതം സമുദ്വീക്ഷ്യ ബഹ്വജാ കാന്തകാമിനി പീവാനം ശ്മശ്രുളം പ്രേഷ്ഠം മേധ്വാംസം യാഭഗോവിദം. ഫേകോ അജവശസ്താഫാം ബഹ്വീനാം രതിവർദ്ധനാം രേമേ കാമഗ്രഹഗ്രസ്ത ആത്മാനം നാവബുദ്ധ്യതാം. ഫേകോ അജഹ, ആ ഏകനായ അജവൃഷ ആട്, താസാം ബഹ്വീനാം രതിവർദ്ധന, ആ പെണ്ണാടുകൾക്ക്, ധാരാളം പെണ്ണാടുകൾക്ക് രതി ഉണ്ടാക്കി കൊടുക്കുമാറ് രമിച്ചു. ഏകോ അജഹ വൃഷ, ഇവിടെ വൃഷ പുല്ലിംഗം പ്രയോഗിച്ചുകൊണ്ട് പുരുഷനായ ആട് എന്ന് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, ശ്രേഷ്ഠനായ പുരുഷനായ ആട്. ധാരാളം പെണ്ണാടുകൾക്ക് രതി വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങനെ രമിച്ചു. കാമഗ്രഹഗ്രസ്ത, കാമമാകുന്ന ഗ്രഹത്താൽ വിഴുങ്ങപ്പെട്ടവരായിട്ട് ആത്മാനം നാവബുദ്ധ്യത, തൻ്റെ ആത്മാവിനെ അറിഞ്ഞില്ല. തൻ്റെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാതെ അനേകം സ്ത്രീകളുമായിട്ട്, ഈ ആണാട് അനേകം പെണ്ണാടുകളുമായിട്ട് രമിച്ചു എന്ന് കഥ പറഞ്ഞത് രാജാവിനെ ഉദ്ദേശിച്ചിട്ടാണ്. രാജാവ് അനേകം സ്ത്രീകളുമായി വേഴ്ചയിൽ ഏർപ്പെട്ടവനായിരുന്നു. ഏകോ അജവൃഷസ്താഫാം ബഹ്വീനാം രതിവർദ്ധനാം രേമേ കാമഗ്രഹഗ്രസ്ത ആത്മാനം നാവബുദ്ധ്യതാം. ഫയേകോ അജവൃഷസ്താഫാം ബഹ്വീനാം രതിവർദ്ധനാം രേമേ കാമഗ്രഹഗ്രസ്ത ആത്മാനം നാവബുദ്ധ്യതാം. തമേവ പ്രേഷ്ഠതമയാ രമമാണം അജന്യയാം വിലോക്യ കൂപസംവിഘ്ന നാമൃഷ്യദ്ഭസ്തകർമ്മദത്. തം ഏവ പ്രേഷ്ഠതമയാ, അതിപ്രേമയുക്തയായ, രമമാണം അജ അന്യ, മറ്റൊരു പെണ്ണാടുമായിട്ട് രമിക്കുന്നത് കണ്ടപ്പോൾ, രമമാണം അജാ അന്യയ വിലോക്യ കണ്ടിട്ട്, കൂപസംവിഘ്ന നാമർഷ്യം, കൂപത്തിലേക്ക് അകപ്പെട്ട ആ പെണ്ണാട്, തത് ബസ്തകർമ്മ, ആ ആണാടിന്റെ കർമ്മത്തെ ന അമർഷ്യത് സഹിച്ചില്ല.
തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണാടിനോട് കൂടി രമിക്കുന്നത് കണ്ടപ്പോൾ കൂപത്തിൽ വീണ് കിടന്നിരുന്ന ആട് തൻ്റെ പ്രിയതമന്റെ പ്രവൃത്തിയെ ഫഹിച്ചില്ല. തമേവ പ്രേഷ്ഠതമയാ രമമാണം അജാന്യയാം വിലോക്യ കൂപസംവിഘ്ന നാമൃഷ്യദ്ഭസ്തകർമ്മതൻ. തമേവ പ്രേഷ്ഠതമയാ രമമാണമജന്യയാം വിലോക്യ കൂപസംവിഘ്ന നാമൃഷ്യദ്ഭസ്തകർമ്മതത്. തം ദുർഹൃദം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ. തം അവനെ, ദുർഹൃദം ദുഷിച്ച ഹൃദയമുള്ള അവനെ, ദുഷ്ടഹൃദയനായ അവനെ, ദുർഹൃദം തം സുഹൃദ്രൂപം, സുഹൃത്ത് എന്ന രൂപത്തിൽ നടിച്ചു നിൽക്കുന്നവനാണ്. ശരിയായ സുഹൃത്തല്ല, കാപട്യം കാണിക്കുന്ന സുഹൃത്ത്. അതാണ് സുഹൃത്ത് എന്നുള്ള രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് കാമിനം ക്ഷണസൗഭകം, കാമിയായ ക്ഷണസൗഭകനായ അല്പസമയത്തേക്ക് മാത്രം നിലനിൽക്കുന്ന സ്നേഹത്തോടു കൂടിയവനായിട്ട് ക്ഷണ സൗഭകം, ക്ഷണസൗഹൃദം ഇന്ദ്രിയ ആരാമം ഉത്സൃജ്യ, ഇന്ദ്രിയ സുഖത്തിൽ രമിക്കുന്നവനുമായ അവനെ ഉത്സൃജ്യ ഉപേക്ഷിച്ചിട്ട് സ്വാമിനം ദുഃഖിതായവും, സ്വാമിയെ ദുഃഖിതയായിട്ട് സ്വാമിയെ പ്രാപിച്ചു. സ്വന്തം കഥയാണ് ഈ പറഞ്ഞു വരുന്നത്. ദുർഹൃദനും സുഹൃദ്രൂപനുമായ, സുഹൃത്താണെന്ന് നടിക്കുന്നവനാണ്, ദുഷിച്ച ഹൃദയമുള്ളവനാണ്. ക്ഷണസൗഹൃദം, അല്പസമയത്തേക്കുള്ള സൗഹൃദം. കാര്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ സൗഹൃദം ഇല്ല. അപ്പൊ തന്റെ കാര്യം നേടിക്കഴിയുന്നുള്ള വരെ സുഹൃത്തായിട്ട് അഭിനയിച്ച് നിൽക്കുന്നവനും, അതേപോലെ ഇന്ദ്രിയ ആരാമം, ഇന്ദ്രിയങ്ങൾക്ക് സംതൃപ്തിക്ക് വേണ്ടി മാത്രം രമിക്കുന്നതിനും കാമിയുമായിരിക്കുന്ന അവൻ ആണ് തൻ്റെ പ്രീതമനെന്ന് കണ്ടപ്പോൾ ആ പെണ്ണാട് പ്രീതമനെ ഉപേക്ഷിച്ച് തൻ്റെ തന്നെ ഉടമസ്ഥന്റെ അരികിലേക്ക് പോയി. ദുഃഖിതയായിട്ട് അവനെ ഉപേക്ഷിച്ചു പോയി. ഒന്നുമില്ല, ശർമ്മിഷ്ഠയെ സ്വീകരിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച് ശുക്രസമീപത്തേക്ക് ദേവയാനി പോയതിനെ സൂചിപ്പിക്കാം. അതാണ് കഥ. അതൊരു ആടിന്റെ കഥയാക്കി ഭംഗ്യന്തരേണ അവതരിപ്പിച്ചു വരിക. ശർമ്മിഷ്ഠയെ സ്വീകരിച്ചപ്പോൾ ദേവയാനിക്ക് ദേഷ്യയായി, കുപിതയായി. അവൾ ഉപേക്ഷിച്ച് പിതാവിന്റെ അരികിലേക്ക് പോയി. അതാണ് ഇവിടെയും പറഞ്ഞത്. എന്താണ്? ദുർഹൃദം, സുഹൃദ്രൂപം, കാമിനം, ക്ഷണസൗഹൃദം, ഇന്ദ്രിയാരാമം തം ഉത്സൃജ്യ, അവനെ ഉപേക്ഷിച്ചിട്ട് ദുഃഖിത സ്വാമിനമേയോ, ദുഃഖിയായി തന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് പോയി. തം ദുർഹൃദം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ. തം ദുർഹൃദം സുഹൃദ്രൂപം കാമിനം ക്ഷണസൗഹൃദം ഇന്ദ്രിയാരാമമുത്സൃജ്യ സ്വാമിനം ദുഃഖിതായയോ. സോവിജാനുഗതസ്ത്രേണ കൃപണസ്താം പ്രസാദിതും കുർവന്നിടവിടാകാരം നാശക്നോ പഥിസന്ധിതും. സോവി, അവനാകട്ടെ, അനുഗതഃ സ്ത്രൈണഃ, അവൻ സ്ത്രീവശനാണ്, സ്ത്രൈണനാണ്. അതേപോലെ അനുഗതഃ, പിന്നാലെ പോകുന്നവനാണ്. അനുഗതനായി പ്രസാദിത്തും, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഈ ആണാട് ഈ പെണ്ണാടിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുറകെ പോയി. കുറുവൻ ചെയ്തുകൊണ്ട്, ഇടവിടാകാരം, അതൊരു ശബ്ദത്തിന്റെ പേരാണ്. ഇട വിച്ച് എന്നുള്ള രണ്ട് ശബ്ദത്തെ പുറപ്പെടുവിച്ചുകൊണ്ട്, അത് ആടിന്റെ അർത്ഥത്തിൽ പറഞ്ഞാണ്. ഇടവിടാകാരം, ഇട വിട എന്നുള്ള ആകൃതിയോട് കൂടിയ ശബ്ദങ്ങളെ പുറപ്പെടുവിക്കുന്നവനായിട്ട് പുറകെ പോയി. അശക്നോത്പഥിസന്ധിതും, വഴിയിൽ വെച്ച്
അവളെ സന്ധാനിപ്പിക്കാൻ, പ്രസാദിപ്പിക്കാൻ നാശക്കണോ കഴിഞ്ഞില്ല, ശക്തനായില്ല. സന്ധിതും എന്നുവെച്ചാൽ പ്രസാദിപ്പിക്കുന്നതിന്, സന്ധിപ്പിക്കുന്നതിന്, സന്ധി ഉണ്ടാക്കുന്നതിന് സാധിച്ചില്ല. സ്വജാതി സഹജമായ ചില വികൃത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടാണ് പെണ്ണാടിന്റെ പുറകെ ആണാട് പോയത്. പല സാന്ത്വനം ചെയ്തെങ്കിലും അവളെ പ്രസാദിപ്പിക്കാൻ പറ്റിയില്ല. മുഷിഞ്ഞുപോയ ദേവയാനിയോട് വഴിയിൽ വെച്ച് ചെയ്ത സ്തുത്യാദികളായ വചനങ്ങളൊക്കെ വ്യർത്ഥമായതിനെ സൂചിപ്പിക്കാണ് കഥാംശം ഇവിടെ. ശോഭിതാനുഗത സ്ത്രൈണ കൃപണസ്താം പ്രസാദിതും കുർവന്നിടവിടാകാരം നാശക്നോദ്ധിസന്ധിതും. കോപിജാനുഗതസ്ത്രൈണ കൃപണസ്താം പ്രസാദിതും കുർവന്നിടവിടാകാരം നാശക്നോദ്ധിസന്ധിതും. തസ്യാസ്തത്ര ദ്വിജ കശ്ചിത് അജാസ്വാമ്യച്ഛിനദൃഷാം ലംബന്തം വൃഷണം ഭൂയ സന്തഥേർത്ഥായ യോഗവിത്. തസ്യാഹ അവളുടെ, തത്ര അവിടെ, ദ്വിജഃ ദ്വിജൻ, കശ്ചിത് ദ്വിജഃ ഒരു ബ്രാഹ്മണൻ, ദ്വിജഃ കശ്ചിത് അജാസ്വാമി പെണ്ണാടിന്റെ ഉടമസ്ഥൻ, അജയുടെ സ്വാമിയായ ഒരു ദ്വിജൻ, രുഷാ കോപത്തോടെ, അച്ഛിനത് മുറിച്ചു കളഞ്ഞു, ഛേദിച്ചു കളഞ്ഞു, ലംബന്തം വൃഷണം തൂങ്ങിക്കിടക്കുന്ന വൃഷണത്തെ. പറയാം. ഓ, പേര് വെച്ചാൽ അതിന് കുഴപ്പമില്ല. ആയിക്കോട്ടെ, അയച്ചേക്കാം. ഇതിലേക്ക് അയച്ചേക്കാം. ലംബന്തം വൃഷണം രുഷ അച്ഛിനത്, ആണാടിന് തൂങ്ങിക്കിടക്കുന്ന വൃഷണങ്ങളെ ഛേദിച്ചു കളഞ്ഞു. ഭൂയ സന്തത അർത്ഥായ യോഗവിത്ത്, ഭൂയ വീണ്ടും രണ്ടാമതും, അർത്ഥായ കാര്യസാധ്യത്തിനായിക്കൊണ്ട്, യോഗവിദ് ഉപായം അറിഞ്ഞ അവൻ എന്നെ വീണ്ടും സന്ധിപ്പിച്ചു. ആണാടിന്റെ ഇഴിഞ്ഞയ്ക്ക് തൂങ്ങിക്കിടക്കുന്ന അണ്ടത്തെ മുറിച്ചു കളഞ്ഞു. അപ്പൊ തന്നെ ഉപായജ്ഞനായ ആ ദ്വിജൻ, ഉടമസ്ഥൻ, സ്വാമി, സ്വന്തം കാര്യം സാധിക്കാൻ വേണ്ടി മുറിച്ചു കളഞ്ഞ അണ്ടത്തെ വീണ്ടും സന്ധിപ്പിച്ചു സൂചിപ്പിച്ചു. ഇവിടെ ഈ കഥയിലത് ശുക്രമണിയുടെ ശാപത്താൽ ജര ബാധിച്ചു. പുത്രീ സ്നേഹം കൊണ്ട് ജരയെ മാറ്റാൻ അനുഗ്രഹിച്ചതും സൂചിപ്പിക്കുന്നു. ഈ രണ്ട് സൂചനകളാണ് ഈ കഥയിൽ കൂടി കൊടുത്തിരിക്കുന്നത്. തസ്യാസ്തദ്വിജകശ്ചിത് അജാസ്വാമ്യച്ഛിനദൃഷാം ലംബന്തം വൃഷണം ഭൂയ സന്തഥേർത്ഥായ യോഗവിത്. തസ്യാസ്തദ്വിജകശ്ചിത് അജാസ്വാമ്യച്ഛിനദൃഷാം ലംബന്തം വൃഷണം ഭൂയ സന്തഥേർത്ഥായ യോഗവിത്. സമ്പദ്ധവൃഷണസോപി ഹ്യജയാ കൂപലബ്ധയാം കാലം ബഹുധിതം ഭദ്രേ കാമേർനാദ്യാപി ദുഷ്യതി. സമ്പദ്ധവൃഷണ, വൃഷണം കൂട്ടി യോജിപ്പിച്ചവനായ അവൻ, സോപി ഹി ആകട്ടെ, അജയ കൂപലബ്ധയ പിണറ്റിൽ നിന്നും കിട്ടിയ ആ പെണ്ണാട്ടിനോടുകൂടി, കാലം ബഹുധിതം എത്രയോ ദിവസങ്ങൾ കഴിയുന്ന കാലങ്ങൾ, ഭദ്രേ കാമൈഹി കാമങ്ങൾ അനുഷ്ഠിച്ചു, അദ്യാപി തുഷ്യതി ഇപ്പോഴും സന്തോഷിക്കുന്നില്ല. എത്ര അനുഭവിച്ചിട്ടും ഇപ്പോഴും സന്തോഷിക്കുന്നില്ല. വൃഷണം സന്ധാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൈഥുന സമർത്ഥനായി ഭവിച്ചു ആണാട്. കൂപത്തിൽ നിന്നും കിട്ടിയ പെണ്ണാടുമായിട്ട് കൂടിച്ചേർന്ന് ഒത്തിരി കാലം കാമഭോഗങ്ങൾ അനുഭവിച്ചു. എന്നിട്ടും വൃത്തി ഉണ്ടായില്ല. യൗവനം വാങ്ങിച്ച് ദേവയാനികളൊപ്പം എത്രയോ കാലങ്ങൾ ഞാൻ അനുഭവിച്ചു.
അപ്പോഴും തൃപ്തിയാവുന്നില്ല. സ്വന്തം കഥയാണ്. സംബദ്ധവർഷണഫോവിഹ്യജയാകൂപലബ്ധയാം കാലം ബഹുധിതം ഭദ്രേ കാമേർന്ന അദ്യാപി ദുഷ്യതി. സംബദ്ധവർഷണഫോവിഹ്യജയാകൂപലബ്ധയാം കാലം ബഹുധിതം ഭദ്രേ കാമേർന്ന അദ്യാപി ദുഷ്യതി. തഥാഹം കൃപണഃ ശുഭ്രോ ഭവത്യാ പ്രേമയന്ത്രിതാം ആത്മാനം നാഭിജാനാമി മോഹിതസ്തവ മായയാം. തഥാഹം, അങ്ങനെ ഞാൻ, കൃപണഃ, ദീനനായി ദുഃഖിതനായ ഞാൻ, ഹേ ശുഭ്രു, ഹേ സുന്ദരി, ഭവത്യാഹ പ്രേമയന്ത്രിത, നിന്റെ പ്രേമത്താൽ നിയന്ത്രിക്കപ്പെട്ടവനായി തീർന്ന ഞാൻ, ആത്മാനം നാഭിജാനാമി, എന്നെ തന്നെ അറിഞ്ഞില്ല, മോഹിതസ്തവമായ, നിന്റെ മായയാൽ മോഹിക്കപ്പെട്ടവനായി ഞാൻ. ഇതുവരെ അന്യാപദേശമായി പറഞ്ഞ ഈ കഥ, അതിന്റെ സാരാംശം സ്പഷ്ടമായിട്ട് തന്റെ കഥയുമായിട്ട് യോജിപ്പിച്ചു. ഇപ്പോൾ ഹേ സുന്ദരി, ആ ആനാടിനെ പോലെ ഇന്ദ്രിയങ്ങൾക്ക് അധീനനായി നിന്റെ പേരിലുള്ള പ്രേമ പാരവശ്യം കൊണ്ട് നിന്നോട് ബന്ധിക്കപ്പെട്ടവനായിട്ട് നിന്റെ വിലാസചേഷ്ടകളിലൊക്കെയും എപ്പോഴും മനസ്സരമിച്ച് മോഹിച്ചവനായിട്ട് ഞാൻ ദേഹത്തിന്റെ അപ്പുറത്തിരിക്കുന്ന ആത്മചൈതന്യത്തെ അറിഞ്ഞിട്ടേയില്ല, അറിയാതെ പോയിരിക്കുന്നുമില്ല. ഇത് ഒരാൾക്ക് മാത്രമല്ല, ഈ ലോകത്തിൽ ഗാർഹസ്ഥ ജീവിതം നയിക്കുന്ന ഭൗതികന്മാർക്കെല്ലാം പറ്റുന്ന ഒരു അബദ്ധമാണ്. എത്രയൊക്കെ അനുഭവിച്ചാൽ മതിയാവില്ല. തന്നെപ്പോലും മറന്ന്, തൻ്റെ ആത്മതത്വത്തെ മറഞ്ഞിട്ട്, താൻ ഈശ്വരശക്തിയുടെ പ്രതിരൂപമാണെന്നുള്ള മറന്നിട്ട്, താൻ ഭൗതികമായ ഭോഗലീലയ്ക്ക് വേണ്ടി മാത്രം തന്നെ സൃഷ്ടിച്ചതാണെന്ന് കരുതി രാപകലുകളില്ലാതെ അതിൻ്റെ പുറകെ പാഞ്ഞു നടന്ന കാലം എത്രയോ കളയുന്നു മനുഷ്യർ. ഇത് ഏതിപ്പോഴാണ് ബോധ്യമാകുന്നത്. ആർക്കും അങ്ങനെയാണ്. പക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ ബോധ്യപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് അനുഭവിച്ചോട്ടെ. പക്ഷെ കുറെ അനുഭവിക്കുമ്പോൾ ചിന്തിക്കണം, ഇതെത്ര കാലം ഇങ്ങനെ പോകും, എത്ര നാളേക്കാണ്, ഇതിന് വിരക്തി വേണ്ടേ, ഇതിന് അനുഭവത്തിനൊരു പിന്തിരിയൽ വേണ്ടേ, അതെന്നാണ്, എപ്പോഴാണെന്ന് ഒന്ന് ഗാഠമായി ചിന്തിക്കാൻ ഈ കഥ നമ്മയും പ്രേരിപ്പിക്കാം. ഇങ്ങനെ ദേവയാനിയോട് ആടിന്റെയും പെണ്ണാടിന്റെയും കഥ പറഞ്ഞു കൊടുത്താണ്. തഥാഹം കൃപണഃ ശുഭ്രോ ഭവത്യാ പ്രേമയന്ത്രിതാം ആത്മാനം നാഭിജാനാമി മോഹിതസ്തവമായയാം. തഥാഹം കൃപണഃ ശുഭ്രോ ഭവത്യാ പ്രേമയന്ത്രിത ആത്മാനം നാഭിജാനാമി മോഹിതസ്തവമായയാം. യത് പൃഥിവ്യാം വ്രീഹ്യവം ഹിരണ്യം പശവസ്ത്രിയാം ന ദുഃഖ്യന്തി മനഃപ്രീതിം പുംസ കാമഹതസ്യതേ. യത് പൃഥിവ്യാം, യാതൊന്നാണോ പൃഥ്വിയിലെ, വ്രീഹി-യവം, എത്ര വ്രീഹികളും യവങ്ങളും ഉണ്ടോ, ഹിരണ്യം പശവഃ സ്ത്രീയഃ, സ്വർണവും പശുക്കളും സ്ത്രീകളും എത്രയുണ്ടോ അത് അത്രയും കാലം പുരുഷന്റെ കാമത്താൽ ഹനിക്കപ്പെട്ട മനസ്സിന്റെ പ്രീതിയെ ഒരിക്കലും കടന്നെടുക്കാൻ പറ്റില്ല. ന ദുഹ്യന്തി, ദോഹനം ചെയ്യാൻ പറ്റില്ല, കടന്നെടുക്കാൻ പറ്റില്ല. എന്തിനെ? മനപ്രീതി, മനസ്സിന്റെ പ്രീതിയെ കടന്നെടുക്കാൻ പറ്റില്ല. പുംസഃ, മനുഷ്യർക്ക്, കാമഹതസ്യ, കാമഹതനായ മനുഷ്യർക്ക്, കാമഹതരായ മനുഷ്യർ, കാമം കൊണ്ട് ഹനിക്കപ്പെട്ടവരായ മനുഷ്യർ വ്രീഹിയുടെ പുറകെ, യവത്തിന്റെ പുറകെ, ഹിരണ്യത്തിന്റെ പുറകെ, പശുക്കളുടെ പുറകെ, സ്ത്രീകളുടെ പുറകെ പാഞ്ഞു നടക്കും. ഇതിൽ നിന്നും മനപ്രീതി കറന്നെടുക്കാൻ പറ്റില്ല. അതിൽ നിന്നും മനസ്സിന് ദുഃഖവും വിഷമവുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വർണമാണെങ്കിലും സ്ത്രീയാണെങ്കിലും ധാന്യങ്ങളാണെങ്കിലും ധനമാണെങ്കിലും അതിൻ്റെ പുറകെ ഓടി നടന്നാൽ പിന്നെ കിട്ടുന്നത് മനപ്രീതിയല്ല, മനസ്സിന്റെ അപ്രീതിയാണ്.
എന്ത് കിട്ടിയാലും തികയില്ല എന്നുള്ള മനസ്സിന് അപ്രീതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭൂമിയിൽ എത്ര കാലം വരെയാണോ ധാന്യങ്ങളും സ്വർണവും അതുപോലെ ധനവും പശു മുതലായ മൃഗങ്ങളും സ്ത്രീകളും എത്രത്തോളം ഉണ്ടോ അത്രയും ഒന്നായിട്ട് ചേർന്നാലും കാമത്തിന് അധീനനായ പുരുഷന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാമത്തിന് അധീനനായ ഒരു പുരുഷന്റെ മനസ്സിനെ ഇതുകൊണ്ടൊന്നും തൃപ്തി ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു. യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവ സ്ത്രീയാം ദുഹ്യന്തി മനപ്രീതിം പുംസക്കാമഹതസ്യതേ. യത് പൃഥിവ്യാം വ്രീഹിയവം ഹിരണ്യം പശവ സ്ത്രീയാം ദുഹ്യന്തി മനപ്രീതിം പുംസക്കാമഹതസ്യതേ. ന ജാതു കാമകാമാനാം ഉപഭോഗേന ശമ്യതീം ഹവിഷാ കൃഷ്ണവർണ്ണേവ ഭൂയ ഏവ അഭിവർദ്ധതേ. ജാതു ഒരിക്കലും കാമാനാം ഉപഭോഗേന ന ശാമ്യതി. ഒരിക്കലും കാമങ്ങളെ അനുഭവിക്കുന്നതുകൊണ്ട് തീരില്ല, ശമിക്കില്ല. അനുഭവിച്ച് തീർത്ത് മതിയാക്കാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. അന്തിമ നിമിഷം വരെ കാമത്തെ അനുഭവിക്കാനുള്ള ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. ഒരു കാമവും അനുഭവിച്ചിട്ട് ഇത് മതിയായി എന്ന് ഉപഭോഗം കൊണ്ട് ശമിക്കുന്നതല്ല ഒരിക്കലും കാമം. ഏതുപോലെയാണ് ഹവിഷ് കൊണ്ട് കൃഷ്ണവർമ്മ അഗ്നിയെപ്പോലെ, കൃഷ്ണവർമ്മ എന്ന് വെച്ചാൽ അഗ്നിയെപ്പോലെ ഭൂയേവ അഭിവർത്തത, വീണ്ടും വീണ്ടും കത്തിക്കയറുകയുള്ളൂ. അഗ്നിയിലേക്ക് ഹവിഷ് ഹോമിച്ചാൽ ഒരുപക്ഷെ ഹോമിക്കുന്ന സമയത്ത് ഒന്ന് കെട്ടുമെന്ന് ഭാവിക്കും. ഇത്തിരി കഴിയുമ്പോൾ പൂർവാധികം ശക്തമായി കത്തിക്കളതുന്നതാണ്. ഇതുപോലാണ് വിഷയസുഖങ്ങൾ. ഒരു ഉദാഹരണം കൊണ്ട് സ്പഷ്ടമാക്കുകയാണ്. എത്രയ്ക്ക് അനുഭവിക്കും തോറും വിഷയസുഖത്തോടുള്ള ആഗ്രഹത്തെ ശമിപ്പിക്കാൻ പറ്റില്ല. നെയ്യൊഴിക്കുന്നത് കൊണ്ട് അഗ്നി കത്തിച്ചുരുക്കിയുള്ളൂ, കെട്ടുപോവില്ല. നെയ്യ് വെള്ളം പോലെയുള്ളതല്ലേ, അതുകൊണ്ട് ഒഴിച്ചാൽ തീ കണ്ടേ ഇല്ല. തീ വീണ്ടും കത്തിക്കാളുന്നത് പോലെ അനുഭവിക്കും തോറും തൃഷ്ണയും അധികരിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് എവിടെയെങ്കിലും അതിനെ എന്ത് ചെയ്യണം? മതിയാക്കി നിർത്തി പിന്തിരിഞ്ഞു പോരണം. അല്ലെങ്കിൽ അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയാണ്. അതൊരിക്കലും അതുകൊണ്ട് പ്രീതി ഉണ്ടാവില്ല. അത് കത്തിക്കാളി കയറുകയുള്ളൂ. ന ജാതു കാമാനാം ഉപഭോഗേന ശമ്യതീം ഹവിഷാ കൃഷ്ണവത്നേവ ഭൂയേവ അഭിവർദ്ധതേ. ന ജാതു കാമാനാം ഉപഭോഗേന ശമ്യതീം ഹവിഷാ കൃഷ്ണവത്നേവ ഭൂയേവ അഭിവർദ്ധതേ. യദാ ന കുരുതേ ഭാവം സർവഭൂതേഷ്വമംഗളം സമദൃഷ്ടേസ്തദാ പുംസഃ സർവാ സുഖമയാ ദിശാം. യഥാ എപ്പോഴാണോ ന കുരുതേ ചെയ്യാതിരിക്കുക ഭാവം സർവഭൂതേഷു അമംഗളം, എല്ലാ ഭൂതങ്ങളിലും പദാർത്ഥങ്ങളിലും അമംഗളം ഭാവം, അശോഭനമായ ഭാവത്തെ യഥാ ന കുരുതേ എപ്പോൾ ചെയ്യുന്നുവോ, സമസ്ത പദാർത്ഥങ്ങളും അമംഗളമാണ് എന്ന് എപ്പോഴാണോ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ സമദൃഷ്ടേഹി തഥാ, സമദൃഷ്ടിയായ പുരുഷന് പുരുഷന് തഥാ അപ്പോൾ സർവാഹ സുഖമയാഹ ദിശ, എല്ലാ ദിക്കും സുഖരൂപം മാത്രമായിരിക്കും. എല്ലാ ഭൗതിക വസ്തുക്കളിലും മംഗളം കാണാൻ പറ്റിയാൽ സുഖമാണ്, അമംഗളം കാണാൻ പറ്റിയാൽ ഒന്നും സുഖം തരില്ല. നമ്മുടെ കാഴ്ചക്കനുസരിച്ചിട്ടാണ്. സകല പദാർത്ഥങ്ങളും വിഷമദൃഷ്ടി അല്ലാതെ ഒരിക്കലും സുഖം തരില്ല. ഇത് സുഖം, ഇത് ദുഃഖം എന്നിങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് എവിടെങ്കിലും വിരക്തി ഉണ്ടായിട്ട് അങ്ങനെ സമദൃഷ്ടിയായ പുരുഷന് എല്ലായിടത്തും സുഖമായിത്തീരും.
വിരക്തി വരാത്ത ഒരുവൾക്ക് എല്ലാം ദുഃഖമാണ്. വിരക്തി വന്ന ഒരാൾക്ക് എല്ലാം സുഖമാണ്. ദുഃഖം എന്നൊരു വിഷയമേ അവിടെ ഇല്ല. എന്തനുഭവിച്ചാലും സുഖമായി അനുഭവിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? വിരക്തി വന്നതുകൊണ്ട്. വിരക്തി വരാത്തവർക്കോ അതാണ് നമ്മൾക്കൊക്കെ എത്ര അനുഭവിച്ചാലും മതിയാവില്ല. ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ, ഇനിയും വരട്ടെ. ഒരിക്കൽ പോയി കണ്ടു, കേട്ടു, അനുഭവിച്ചു, ദിക്കിലെല്ലാം സഞ്ചരിച്ചു, ഇനിയും വേണ്ടാന്നില്ല, അടുത്ത വർഷം പിന്നെയും പോകണം, അടുത്ത വർഷം പിന്നെയും പോകണം. ഈ കാമം എത്ര അനുഭവിച്ചാലും മതിയാവില്ല. വീണ്ടും വീണ്ടും കത്തിക്കളി കേട്ടു. യഥാ ന കുരുതേ ഭാവം സർവഭൂതേഷു അമംഗളം സമദൃഷ്ടേസ്തദാപം സർവാ സുഖമയാ ദിശാം. യഥാ ന കുരുതേ ഭാവം സർവഭൂതേഷു അമംഗളം സമദൃഷ്ടേസ്തദാപം സർവാ സുഖമയാ ദിശാം. യാ ദുസ്ത്യജാ ദുർമതിഭിർജീര്യതോ യാ ന ജീര്യതേ താം തൃഷ്ണാം ദുഃഖനിവഹാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. യാതെന്നാണോ ദുസ്ത്യജം, ത്യജിക്കാൻ വിഷമമുള്ളവർ. ദുർമതി, ദുർബുദ്ധികളാൽ. ദുർമതിഭിഹി യാഹ ദുസ്ത്യജ, ദുർബുദ്ധികളാൽ യാതെന്നാണോ ത്യജിക്കാൻ കഴിയാത്തത്. ജീര്യത്തെ യോ ന ജീര്യത്തെ, ജലബാധിച്ചവന്റെ ജീര്യതഃ യാ ജീര്യത്തെ ന, എത്രയൊക്കെ ശരീരത്തിന് ജല ബാധിക്കുന്നില്ലയോ അതുവരെയാണ് അനുഭവങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നത്. ന ജീര്യത്തെ, ജല ബാധിക്കാതിരിക്കുന്നുവോ അതുവരെ ദുഃഖനിവഹം, ദുഃഖത്തെ ജനിപ്പിക്കുന്ന ആ തൃഷ്ണയെ ശർമ്മകാമഹ, സുഖം ആഗ്രഹിക്കുന്നവൻ ദ്രുതം ത്യജേത്, വേഗം ഉപേക്ഷിക്കണം. ശർമ്മ സുഖം എന്നർത്ഥം. ശർമ്മകാമഹ, സുഖം കാമിക്കുന്നവൻ. ദ്രുതം ത്യജേത്, സുഖമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ അതികാമനകളൊക്കെ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അത് ദുസ്ത്യജമാണ്. ജീര്യത്തെ യാ ന ജീര്യത്തെ, ജല ബാധിച്ചാലും കാമത്തിന് ജലം ഉണ്ടാവില്ല. ശരീരത്തിന് ജലബാധിച്ചു, കാമത്തിന് ജലബാധിക്കില്ല. ജരാനർകൾ ശരീരത്തിനേ ഉള്ളൂ, കാമാദികളായ ഭാവങ്ങൾക്കില്ല. അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അത് ജലബാധിച്ചാലും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ചെല്ലെ 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 നിങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അതിന്റെ പുറകെ ഓടി നടക്കും. അങ്ങനെ ഒരിക്കലും പിന്തിരിയാനാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. യഥാ യാ ദുസ്ത്യജാ ദുർമതിഭം ജീര്യതോ യാ ന ജീര്യത്തെ താം തൃഷ്ണാം സുഖനിവഹാം ദുഃഖനിവഹാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. യാ ദുസ്ത്യജാ ദുർമതിഭിഃ ജീര്യതോ യാ ന ജീര്യത്തെ താം തൃഷ്ണാം ദുഃഖനിവഹാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. യാ ദുസ്ത്യജാ ദുർമതിഭിർ ജീര്യതോ യാ ന ജീര്യത്തെ താം തൃഷ്ണാം ദുഃഖനിവഹാം ശർമ്മകാമോ ദ്രുതം ത്യജേത്. മാത്രാ സ്വസ്രാ ദുഹിത്രാ വാ നാവിവിക്താഫനോ ഭവേത് ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപി കർഷതി. അതുകൊണ്ട് എല്ലായ്പ്പോഴും ദുഃഖമുണ്ടാക്കുന്ന തൃഷ്ണയെ ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. വിവേകമുള്ള പുരുഷൻ അതാണ് ചെയ്യുക. അതുകൊണ്ട് മാത്ര അമ്മയോടൊപ്പം, സ്വസ്ര സഹോദരിയോടൊപ്പം, ദുഹിത്ര മകളോടൊപ്പം, വാ ആകട്ടെ, ന അവിവിക്താഫനോ ഭവേത്, വിവിക്താഫനായി ഭവിക്കരുത്. അവിവിക്താഫനോ ന ഭവേത്, വേർപിരിക്കാനാവാത്ത ആഫനത്തോടു കൂടിയവരായിട്ട്, ചേർന്നിരിക്കുന്നവരായിട്ട് ന ഭവേത് ഭവിക്കരുത്. സ്ത്രീഫാന്യത്തെ ഏതു പ്രകാരത്തിനും വർജിക്കണം
എന്ന് കാണിക്കാൻ പറഞ്ഞതാണ്. മാതാവിനോടോ സഹോദരിയോടോ പുത്രിയോടോ കൂടി ഏകാസനത്തിൽ ഒരു പീഠത്തിൽ ഒരു കസേരയിൽ ഇരുന്നുകൂടാ. അമ്മയോടൊപ്പം ഇരിക്കരുത്, മകളോടൊപ്പം ഇരിക്കരുത്, സഹോദരിയോടൊപ്പം ഇരിക്കരുത്. 3 പേരും സ്ത്രീകളാണ്. അമ്മ സ്ത്രീയാണ്, സഹോദരി സ്ത്രീയാണ്, മകൾ സ്ത്രീയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ബലവാൻ ഇന്ദ്രിയഗ്രാമവും, നല്ല ബലമുള്ള ഇന്ദ്രിയ കൂട്ടങ്ങൾ, ഗ്രാമം കൂട്ടം, ഇന്ദ്രിയ സമൂഹം, വിദ്വാംസം അപികർഷതി, വിദ്വാനെ പോലും ആകർഷിക്കുന്നു. വിദ്വാംസം അപികർഷതി, എന്ത് കിട്ടിയാലും അതിനെ ബലമായി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ദ്രിയങ്ങളൊക്കെ. ആ ഇന്ദ്രിയ ഗ്രാമങ്ങളൊക്കെ വിവേകിയുള്ളവനാണെങ്കിൽ പോലും സുഖാനുഭവത്തിനായിട്ട് അവനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കും. ശരീരസ്പർശനാദികൾ കൊണ്ട് വികൃതമായി തീരാവുന്ന മനസ്സും ഇന്ദ്രിയവും കൂടി യോജിപ്പിച്ച് നിഷിദ്ധമായ സുഖഭോഗത്തിന് വേണ്ടി പുരുഷനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്ത്രീ ദർശന സ്പർശനാദികൾ സർവഥാ വർജിക്കണം, ഉപേക്ഷിക്കണം. ഒരു വീട്ടിൽ അമ്മയോടൊപ്പമോ സഹോദരിയോടൊപ്പമോ മകളോടൊപ്പം ഒറ്റയ്ക്ക് പുരുഷൻ താമസിക്കരുത്. എപ്പോഴാണ് ഇവന്റെ കാമവികാരം ഉണരുന്നതെന്നറിയില്ല. അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സർവ്വതും മറക്കും. ഇന്ന് നമ്മൾ പത്രവാർത്തകൾ കാണുന്ന മുക്കാലും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. എത്രയോ കാലം മുമ്പ് ഭാഗവതം പറഞ്ഞു, ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ഒരു പീഠത്തിൽ ഒരു ആസനത്തിൽ ഇരിക്കരുത്. ഇരുന്നാൽ ബലവാൻ ഇന്ദ്രിയഗ്രാമം അത് വളരെ ബലിഷ്ഠമാണ്. വിദ്വാംസം അപേക്ഷതയെ, വിദ്വാനെ പോലും എന്താണ് ആകർഷിക്കുന്നു. പിന്നാട്ടെ മറ്റുള്ള കഥ പറയാനുമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരിടത്ത് വസിക്കാൻ പാടില്ല എന്ന്, അത്രയ്ക്ക് അജയ്യമാണ് ഈ മനുഷ്യരുടെ കാമവാസനകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മാത്രാ സസ്രാദുഹിത്രാവാ നാവിവിക്താസനോ ഭവേത് ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപികർഷതി. മാത്രാ സസ്രാദുഹിത്രാവാം നാവിവിക്താസനോ ഭവേത് ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപികർഷതി. മാത്രാ സസ്രാദുഹിത്രാവാം നാവിവിക്താസനോ ഭവേത് ബലവാൻ ഇന്ദ്രിയഗ്രാമോ വിദ്വാംസമപികർഷതി. പൂർണ്ണം വർഷസഹസ്രം മേ വിഷയൻ സേവതോ സകൻ തഥാപി ച അനുഭവനം തൃഷ്ണാ തേഷൂപജായതേ. പൂർണ്ണം വർഷസഹസ്രം, 1000 വർഷം തികച്ചിരിക്കുകയാണ് ഞാൻ. മേ എനിക്ക്, വിഷയാൻ സേവതോ വിഷയങ്ങളെ സേവിച്ചുകൊണ്ട്, അഫകൃത് എല്ലായ്പ്പോഴും, ഫകൃത് ഒരിക്കൽ, അഫകൃത് എല്ലായ്പ്പോഴും, എല്ലായ്പ്പോഴും വിഷയങ്ങളെ സേവിച്ചുകൊണ്ട് കഴിയുന്ന എനിക്ക് 1000 വർഷം തന്നിട്ടും, തഥാപി എന്നിട്ടും ച അനുഭവനം തൃഷ്ണ തേഷൂപജായതേ. അനുഭവനം കാലം തോറും എന്റെ തൃഷ്ണ തേഷു ഉപജായത്തെ അവകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. 1000 വർഷങ്ങൾ ഇപ്പൊ ഞാൻ പൂർണ്ണമാക്കിയിരിക്കുകയാണ്. എന്നിട്ടും വിഷയങ്ങളെ അനുഭവിക്കാനുള്ള ഉചിതമായ സമയങ്ങളിൽ അവയെ അനുഭവിക്കാനുള്ള എൻ്റെ ആഗ്രഹം നശിച്ചിട്ടില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇത് നശിക്കത്തില്ല. ഇത് അതുകൊണ്ട് നിശ്ചയിക്കാം, ഇതിനെ എപ്പോഴെങ്കിലും ഉപേക്ഷിക്കണം. ഇത് കൂടെ അന്തിമം വരെ കൊണ്ടുവന്നാൽ അപകടമാണ്, കാമത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ ഉണ്ടാകും. അതുകൊണ്ട് അതിനെ അടക്കേണ്ടത് ആവശ്യമാണ് എന്ന് നമ്മെ പഠിപ്പിക്കല്ലേ ഈ മനുഷ്യ ജീവിത കഥ. പൂർണ്ണം വർഷസഹസ്രമേ വിഷയൻ സേവതോ സകൃ തഥാപി ച അനുഭവനം തൃഷ്ണ തേഷൂപജായതേ. പൂർണ്ണം വർഷസഹസ്രമേ വിഷയൻ സേവതോ സകൃ തഥാപി ച അനുഭവനം തൃഷ്ണ തേഷൂപജായതേ. തസ്മാദേതാമഹം ത്യക്ത്വാ ബ്രഹ്മണ്യാഥായ മാനസം നിർദ്വന്ദ്വോ നിരഹങ്കാരശ്ചരിഷ്യാമി മൃഗൈഃ സഹാം. അതുകൊണ്ട്
ഏതാം അഹം തെക്വ, ഏതാം ഇതിനെ ഞാൻ ഉപേക്ഷിച്ചിട്ട് ബ്രഹ്മണി ആധായ മാനസം. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പത്നിമാരിൽ നിന്ന് കിട്ടുന്ന കാമാവസ്ഥകളെ ഒക്കെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മനസ്സ് ബ്രഹ്മത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മാനസം ബ്രഹ്മണി ആധായ നിർദ്ദുന്ദുഹ, ദ്വന്ദ്വബുദ്ധിയില്ലാതെ, നിരഹങ്കാര ഞാനെന്ന അഹങ്കൃതിയില്ലാതെ, ചരിഷ്യാമി സഞ്ചരിച്ചോളാം, മൃഗൈസഹ മൃഗങ്ങളോടൊപ്പം ഞാൻ ഇങ്ങനെ കാട്ടിൽ സഞ്ചരിച്ചു പോളാം. വിഷയഭോഗം കൊണ്ട് ഒരിക്കലും തൃഷ്ണയെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വിവേകശക്തി ഉപയോഗിച്ച് ആ തൃഷ്ണയെ മാറ്റി ശുദ്ധമായ മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിക്കണം. അതിന് ശരീരവും ഇന്ദ്രിയവും ബുദ്ധിയും മനസ്സും ഞാനാണെന്നുള്ള ഭാവന വിടണം. അതുകൊണ്ടുണ്ടാകുന്ന ദാഹം, വിശപ്പ്, മാനം, അവമാനം എന്നുള്ള ദുഃഖങ്ങളെ ജനിപ്പിക്കുന്ന ദ്വന്ദ്ങ്ങളെയും ഉപേക്ഷിക്കണം. വിചാരശക്തി കൊണ്ട്, തപസ്സുകൊണ്ട് അതിക്രമിച്ച് കാട്ടിൽ മൃഗങ്ങളോട് സഞ്ചരിക്കാൻ പറ്റണം. ഇനി ഇതാണ് വേണ്ടത്. ഇതാണ് വാനപ്രസ്ഥത്തിന്റെ തുടക്കം. കാട്ടിൽ മൃഗങ്ങളുമായി എല്ലാം തിരിച്ച് ഉപേക്ഷിച്ച് സഞ്ചരിക്കുക. കുറച്ച് ദിവസം കൊണ്ട് വീടിനെക്കുറിച്ചും നാടിനെ കുറിച്ചുള്ള ചിന്ത അസ്തമിപ്പിക്കണം. അത് പിന്നെ നിലനിൽക്കരുത്. തസ്മാദേതാമഹം ത്യക്ത്വാ ബ്രഹ്മണ്യാധായ മാനസം നിർദ്വന്ദ്വോ നിരഹങ്കാരശ്ചരിഷ്യാമി മൃഗൈഫഹാം. തസ്മാദേതാമഹം ത്യക്ത്വാ ബ്രഹ്മണ്യാധായ മാനസം നിർദ്വന്ദ്വോ നിരഹങ്കാരശ്ചരിഷ്യാമി മൃഗൈഫഹാം. ദൃഷ്ടം സുതമസദ്ബുദ്ധ്യാം അസദ്ബുദ്ധ്വാ നാനുധ്യായേന്ന സംവിശേത് സംസൃതിം ചാത്മനാശം ജാതത്ര വിദ്വാൻ സ ആത്മദൃക്. ദൃഷ്ടം ശ്രുതം അസദ്ബുദ്ധ്വ, കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതും ഒക്കെ അസത്താണെന്ന് ബുദ്ധ്വ അറിഞ്ഞിട്ട്. ദൃഷ്ടം കണ്ടത്, ശ്രുതം കേട്ടത്, കണ്ടതും കേട്ടതുമൊക്കെ അസത് ബുദ്ധ്വ അസത്താണെന്ന് അറിഞ്ഞിട്ട്, സത്തല്ല ഇതൊക്കെ അസത്താണെന്ന് അറിഞ്ഞിട്ട്, ദൃഷ്ടം ശ്രുതം അസത് ബുദ്ധ്വ ന അനുധ്യായേന സംവിശേത്. അനുധ്യാനം ന അനുധ്യാനാത് ന സംവിശേത്. അനുധ്യാനിക്കരുത്, അനുഭവിക്കരുത്. കാരണം തൃഷ്ണയുടെ ഉപേക്ഷിക്കൽ വളരെ പ്രയാസപ്പെട്ടതാണ്. അത് സാധിക്കാനുള്ള വഴി എന്താണ് എന്ന് ആലോചിച്ചപ്പോഴാണ് അത് സാധിച്ചാലേ ബ്രഹ്മത്തിൽ ഉറയ്ക്കാൻ പറ്റൂ. ഒന്ന് നിത്യാനിത്യ വസ്തു വിവേകമാകുന്ന ഒന്നാമത്തെ സാധനയിൽ തൃഷ്ണ ജയിക്കാമെന്ന് കാണിക്കാം. നിത്യാനിത്യ വസ്തു വിവേക, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, ക്ഷമാദിശത്വ സമ്പത്തി, മോക്ഷം. ഈ 4 ഉപായങ്ങളാണ് ബ്രഹ്മപദപ്രാപ്തിക്ക് ആവശ്യം. അല്ലെങ്കിൽ വേദാന്ത പഠനത്തിന് ആവശ്യം 4. അതുകൊണ്ട് ദുഷ്ടവും ശ്രുതവുമായി ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ അസത്താണെന്ന് വിചാരിച്ചിട്ട് അനുധ്യാനം കൊണ്ട് സംവിശേത്, അനുധ്യാനം കൊണ്ട് ഇതിനെ അനുഭവിക്കാനുള്ളതല്ല. സംസൃതിഞ്ച ആത്മനാശം ച, അതിന്റെ ഫലം എന്താണ്? സംസാരവും ആത്മനാശവുമാണ് ഫലം എന്ന് അറിയുന്നവനായ ഒരുവൻ തത്ര വിദ്വാൻ സ ആത്മത്, അവനാണ് ആത്മാവിനെ കാണുന്നവൻ. അപ്പൊ തൃഷ്ണയെ എങ്ങനെ ജയിക്കാമെന്ന് കാണിക്കാം. എങ്ങനെ വേണം? കാണപ്പെട്ടതും കേൾക്കപ്പെട്ടതുമായ ഈ ലോകത്തിലുള്ള സകല സുഖാനുഭവങ്ങളും സ്വർഗാനുഭവങ്ങൾ പോലും അനിത്യങ്ങളായതുകൊണ്ട് അവ സമ്പാദിക്കണമെന്ന് വിചാരിക്കുകയോ അത് അനുഭവിക്കുകയോ ചെയ്യരുത്. ദുഷ്ടം സ്വതം അസദ്ബുദ്ധ്വ ന അനുധ്യായേൻ ന സംവിശേത്. സംസൃതിം ച ആത്മനാശം ച, സംസാരവും ആത്മനാശവും
ആ സംസാരം അനുഭവിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഫലം ആത്മനാശമാണെന്ന് ഉറച്ച് തൃഷ്ണയെ ജയിക്കണം. ഇങ്ങനെ തൃഷ്ണാജയം ആർക്കുണ്ടോ അവർ ആത്മാവിനെ സാക്ഷാത്കരിച്ചവരാണ്. അപ്പൊ തൃഷ്ണയാണ് ഏറ്റവും വലിയ അപകടം. ആ തൃഷ്ണയെ ജയിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ എന്ന് ഭംഗ്യന്തരേണ സൂചിപ്പിക്കാം. ദുഷ്ടം ശ്രുതം അസദ് ബുദ്ധ്വാ നാനുധ്യായെന്ന സംവിഷയത് സംസ്മൃതിം ജാത്മനാശം തത്ര വിദ്വാൻ സ ആത്മദൃക്. ദുഷ്ടം ശ്രുതം അസദ് ബുദ്ധ്വാ നാനുധ്യായെന്ന സംവിഷയത് സംസ്മൃതിം ജാത്മനാശം തത്ര വിദ്വാൻ സ ആത്മദൃക്. ശ്രുതം ദൃഷ്ടം ശ്രുതം അസദ് ബുദ്ധ്വാ നാനുധ്യായെന്ന സംവിഷയത് സംസദിം ജാത്മനാശം തത്ര വിദ്വാൻ സ ആത്മദൃക്. ഇത് നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം 20 ശ്ലോകമായുള്ളൂ. നമുക്ക് 29ഓളം, അതിന്റെ 10ഓളം ശ്ലോകത്തോളം ഇനി ബാക്കിയുണ്ട്. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചു കൊണ്ട് നമുക്ക് ഇവിടെ സംഹരിക്കാം. ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റിവെക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ സംഹരിക്കാം. ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി. അല്ല ചോദിച്ചോ? നമസ്തേ സാർ. ഈ 19ാമത്തെ ശ്ലോകത്തിലെ ദൃഷ്ടം 19 ബ്രഹ്മണ്യാധ്യായ തസ്മാദേതാമഹം ത്യക്ത്വാ ബ്രഹ്മണ്യ ആധായ എന്ന് തന്നെയാണോ? അതെ, ബ്രഹ്മണ്യാധായ. ഓക്കെ, എന്റെ പുസ്തകത്തിൽ ആധ്യായ ആധായ, ബ്രഹ്മണ്യാധായ, ബ്രഹ്മണ്യാധായ. താങ്ക് യു സാർ. അപ്പൊ നമുക്കൊന്ന് സംഹരിക്കാം. നമസ്കാരം. സംസാരം.